പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. നാലമ്പല തീർത്ഥാടനം തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. തീർത്ഥാടകർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തുക, KSRTCയുടെ പരമാവധി ഡിപ്പോകളിൽ നിന്നും സർവീസ് നടത്തുക, ശുചീകരണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടത്തുക, 4 ക്ഷേത്രങ്ങളിലും ആംബുലൻസ് അടക്കമുള്ള മെഡിക്കൽ സംഘത്തെ സജ്ജമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മന്ത്രി കെ മുരളീധരൻ കൂടൽമാണിക്യം ദേവസ്വം ഓഫീസിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ നൽകിയത്. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA, ഗീതാ ഗോപി MLA, മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ സുനിൽ, DIG നാരായണൻ, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ GS രാജേഷ് നന്ദിയും പറഞ്ഞു. കൂടൽമാണിക്യം ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം, അഡ്വക്കേറ്റ് KG അജയ്കുമാർ, തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്, രാഘവൻ മുളങ്ങാടൻ, ബിന്ദു എന്നിവർ സംബന്ധിച്ചു. എല്ലാ ക്ഷേത്രങ്ങളുടെയും അനുബന്ധിച്ച് തീർത്ഥാടകർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. ടോയ്ലറ്റും മറ്റ് സംവിധാനങ്ങളും എല്ലായിടത്തും ഉണ്ടാകും. KSRTCയുടെ ഈ തീർത്ഥാടനത്തിൽ സംസ്ഥാന വ്യാപകമായി തീർത്ഥാടകർക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യമൊരുക്കാൻ പരമാവധി ഡിപ്പോയിൽ നിന്ന് സ്പെഷ്യൽ ബസ് സർവീസ് നടത്താൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കത്ത് നൽകി കഴിഞ്ഞു. പിന്നെ പാർക്കിങ്ങിന് മുൻകൂട്ടി തന്നെ സൗകര്യങ്ങൾ ഒരുക്കണം. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പാർക്കിംഗ് ഒരു പ്രധാന ഘടകമാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അതോടൊപ്പം ശുദ്ധജല വിതരണം, അന്നദാനം എന്നിവയ്ക്ക് പ്രത്യേക ക്രമീകരണം അതാത് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ അത് ഏർപ്പെടുത്തണം. പിന്നെ പകർച്ചവ്യാധികളുടെ കാലമാണ്, നമുക്കറിയാം. അപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെയും ത്രിതല സംവിധാനത്തിൻ്റെയും സഹകരണത്തോടു കൂടിയുള്ള ശുദ്ധീകരണ ക്രമീകരണം നടത്തും. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഫോഗിങ് നടത്താനും അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള മരുന്നുകൾ എത്തിക്കേണ്ട സ്ഥലത്ത് മരുന്നുകൾ എത്തിക്കാനും ആരോഗ്യവകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു പ്രധാന ഘടകം. നമുക്കറിയാം, ഈ ഡെങ്കിയൊക്കെ ഇങ്ങനെ വർദ്ധിക്കാൻ കാരണം കൊതുകുകളുടെ എണ്ണം പെറ്റി വരുന്നതാണ്. അത് മാലിന്യങ്ങളിൽ നിന്നാണ് കൊതുകുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ മാലിന്യം നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കും. അത് സംസ്കരിക്കാനുമുള്ള സംവിധാനം ഉണ്ടാകും. പിന്നെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം മെഡിക്കൽ എയ്ഡ് സെൻ്റർ നൽകുന്നു. കൊടുത്ത് ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ കുടുംബ സംഗമവും ആദരവും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷോബി K. പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ കൺവീനർ VR സുകുമാരൻ, പ്രസ് ക്ലബ് സെക്രട്ടറി അഞ്ജു മോഹൻ വെള്ളാനിക്കാരൻ, ട്രഷറർ CK രാഗേഷ്, ഷാജൻ ചക്കാലക്കൽ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. അങ്ങനെയുള്ള പത്രപ്രവർത്തനം തന്നെയാണ് ഏറെ ആവശ്യം. സമൂഹത്തിൻ്റെ കണ്ണാടി എന്ന് നാം എപ്പോഴും വളരെ താല്പര്യപൂർവ്വം പറയുന്നൊരു ഭാഗം. ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്ന് എന്ന് നമ്മുടെ സമൂഹം കണക്കാക്കുന്ന ഒരു മേഖല. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിഷ്പക്ഷരായി തന്നെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും. അങ്ങനെ നിഷ്പക്ഷത പരിപൂർണമായി എടുക്കുമ്പോൾ പലപ്പോഴും ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം
എല്ലാ വാർത്തകളും ഒരുപക്ഷെ പൂർണ്ണമായിട്ട് മനസ്സിൽ സന്തോഷം നൽകുന്നതായിരിക്കില്ല. നല്ല നിലയിൽ തലോടലോടുകൂടി എഴുതുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ നിഷ്പക്ഷതയിൽ നിന്നുകൊണ്ട് തന്നെ അല്പം വിമർശനപരമായി എഴുതുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉൾക്കൊള്ളേണ്ടവരാണ്, അതിൽ പ്രതിപാദിക്കപ്പെടുന്ന ആരാണോ ആരെക്കുറിച്ചാണ് പറയുന്നത് അവർ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരോധമോ അഭിപ്രായക്കുറവോ നമുക്ക് സുഖകരമല്ലാത്തൊരു വാർത്ത എഴുതിയതിൻ്റെ പേരിൽ നമുക്ക് ആരോടും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരോടും സ്നേഹത്തോടെ നമുക്ക് എപ്പോഴും ഇടപെടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. മൂലയിൽ വിജയകുമാറാട്ടൻ 1989 മുതൽ സെക്രട്ടറിയായി, ട്രഷററായി, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി നിലകൊണ്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കുട വിജയം നേടിയ നോയൽ ഈ നമ്മുടെ ഈ സ്നേഹാഭരണ ചടങ്ങുകൾ റെക്സൺ വലിയൊരു കലാകാരനാണ് കേട്ടോ. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിനാണ് ഒരു സ്നേഹാദരം CLC-യുടെ ആയിരുന്നു ദേശീയ വൈസ് പ്രസിഡന്റ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിന്റെ ട്രസ്റ്റിയായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് സ്നേഹത്തിൽ വളരണമെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ വാർഷികാഘോഷം സാന്ത്വന സദനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും സാമൂഹിക നീതിക്കായുള്ള പോരാട്ടങ്ങളിൽ പങ്കുചേർന്ന് സഭയുടെ ചൈതന്യം മറ്റുള്ളവരിലേക്ക് പകരുകയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ദൗത്യമെന്നും മാർ പോളി കണ്ണൂക്കാടൻ ചൂണ്ടിക്കാട്ടി. കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ആമുഖ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA മുഖ്യാതിഥിയായിരുന്നു. ജനറൽ കൺവീനർ ടെൽസൺ കോട്ടോളി, ഷോൺ സ്റ്റോട്ട് മദർ സുപ്പീരിയർ സിസ്റ്റർ നിർമ്മല, സാന്ത്വൻ സദൻ സെക്രട്ടറി സിസ്റ്റർ ബിൻസി, ജോയിന്റ് സെക്രട്ടറി വർഗീസ് ജോൺ, വൈസ് പ്രസിഡന്റ് ഷാജു കണ്ടംകുളത്തി, കത്തീഡ്രൽ ട്രസ്റ്റി ജിജി പള്ളായി എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി റോബി കാളിയങ്കര വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഡേവിസ് ചക്കാലക്കൽ വാർഷിക കണക്കും അവതരിപ്പിച്ചു. നമ്മുടെ രൂപതയുടെ ജൂബിലിയോടനുബന്ധിച്ച് ഇതിനോട് ചേർന്ന് കുടുംബവർഷമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ആപ്തവാക്യം എന്ന് പറയുന്നത് റൂട്ടഡ് ഇൻ ഫെയ്ത്ത്, ഗ്രോയിങ് ഇൻ ലവ്. അതായത് വിശ്വാസത്തിൽ ആഴപ്പെട്ട് സ്നേഹത്തില് വളരണം. എക്സസിന്റെ പ്രവർത്തനങ്ങളുടെ സാമുദായിക ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഒരു സാമുദായിക സംഘടനയാണ് AKCC, കാത്തലിക് കോൺഗ്രസ്. അതൊരു രാഷ്ട്രീയ സംഘടനയല്ല. അത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടുള്ള ക്രൈസ്തവ സാമുദായിക സംഘടനയാണ്. ആ സംഘടന കത്തീഡ്രൽ ഇടവകയിൽ ബഹുമാനപ്പെട്ട ലാസറച്ചന്റെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ സാബുവിന്റെയും ഒക്കെ നേതൃത്വത്തില് നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലുള്ള എന്റെ അഭിമാനവും അഭിനന്ദനവും ഞാൻ ഈ അവസരത്തിൽ നേരത്തെ അഭിമന്യ ജെയിംസ് പിതാവിന്റെ സ്മരണ നിലനിർത്തുന്ന ഫുട്ബോൾ മത്സരം അത് ഇന്ന് കേരളത്തിലുടനീളം അറിയപ്പെടുന്ന ഒരു മത്സരമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ AKCC വിവിധങ്ങളായിട്ടുള്ള അവസരങ്ങളിൽ
സജീവമായിട്ട് പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ സമുദായത്തിനെതിരെ, സഭയ്ക്കെതിരെ, സാമൂഹ്യ നീതിക്കെതിരെയൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.